സുപ്രീം കോടതി വിധിക്ക് ശേഷം ശബരിമലയിൽ പ്രവേശിച്ച കനകദുർഗയുടെയും ബിന്ദുവിന്റെയും കുരുക്കുമുറുകുന്നു. ഇവരുടെ മാവോയിസ്റ്റ് ബന്ധം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണമെന്ന് കനകദുർഗയുടെ സഹോദരനായ ഭരത് ഭൂഷൺ തന്നെ ഇപ്പോൾ നേരിട്ടെത്തി പറഞ്ഞിരിക്കുകയാണ്. കനകദുർഗയ്ക്കും ബിന്ദുവിനും മാവോയിസ്റ്റ് ബന്ധമുണ്ട്. ഇത് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച് കണ്ടുപിടിക്കണമെന്നാണ് ഭരത് ഭൂഷൺ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതേസമയം കനകദുർഗയെ വീട്ടിൽ പ്രവേശിപ്പിക്കാത്തതിനാൽ തങ്ങൾക്ക് CPMന്റെ ഭീഷണി നേരിടുകയാണെന്നും ഇപ്പോൾ ഭരത് ഭൂഷൺ പറഞ്ഞിരിക്കുന്നു. എന്നാൽ സുപ്രീം കോടതിയിൽ അയ്യപ്പനെ കാണണം എന്നതിലുപരി ആർത്തവം അശുദ്ധമല്ല എന്ന് തെളിയിക്കാനാണ് താൻ ശബരിമല കയറിയതെന്നും കനകദുർഗ പറഞ്ഞിരുന്നു. ശബരിമല ദർശനം നടത്തിയ കനകദുർഗയുടെയും ബിന്ദുവിന്റെയും മാവോയിസ്റ്റ് ബന്ധം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണമെന്ന് കനകദുർഗയുടെ സഹോദരൻ ഭരത് ഭൂഷണും BJP നേതാക്കളും മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. കനകദുർഗ വിശ്വാസിയല്ലെന്നും ഭർത്തൃവീട്ടിലെ മുറിയിൽ നിന്ന് പ്രസാദവും മാലയും സാനിറ്ററി നാപ്കിനും പഴയ തുണിയിൽ ഒരുമിച്ച് കെട്ടിയ നിലയിൽ കണ്ടെത്തിയതായും ഇവർ ആരോപിക്കുന്നു. കനകദുർഗയുടെ അമ്മയും സഹോദരനും CPMന്റെയും പോലീസിന്റെയും ഭീഷണിയിലാണെന്നും കുടുംബത്തിന് BJPയുമായി ബന്ധമില്ലെന്നും സംരക്ഷണം നൽകുമെന്നും BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് N ശിവരാജൻ പറഞ്ഞു. ഭീഷണി തുടർന്നാൽ CPM ഗുരുതര ഭവിഷ്യത്തുകൾ നേരിടേണ്ടി വരുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. കനകദുർഗ തീവ്ര ചിന്താഗതിക്കാരുടെ ആർത്തവത്തിൽ എത്തിപ്പെട്ടതും സംശയാസ്പദമാണ്. സിറ്റിംഗിന് ലക്ഷങ്ങൾ വേണ്ട വക്കീലന്മാരെ സുപ്രീം കോടതിയിൽ ഹാജരാക്കിയതിന് പിന്നിലാരെന്നാണ് ഇപ്പോൾ തെളിയിക്കേണ്ടത്. കനകദുർഗയെ ഭർത്തൃമാതാവ് മർദ്ദിച്ചെന്നത് വ്യാജ പരാതിയാണ്. അയ്യപ്പ ഭക്തരോടും ഹിന്ദു സമൂഹത്തോടും പരസ്യമായി മാപ്പ് പറഞ്ഞാലേ കനകദുർഗയെ വീട്ടിൽ കയറ്റൂ. ശബരിമല ദർശനത്തിൽ നിന്ന് കനകദുർഗയെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമം കോട്ടയം SP ഹരിശങ്കറും സംസ്ഥാന സർക്കാരുമാണ് പരാജയപ്പെടുത്തിയതെന്നും സഹോദരൻ ആരോപിച്ചു. BJP ജില്ലാ പ്രസിഡന്റ് K രാമചന്ദ്രനും പങ്കെടുത്തിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളം എക്സ്പ്രസ്.